മുകേഷ് എം.എൽ.എയുടെ രാജിക്കാര്യത്തിൽ തീരുമാനം ഇന്നുണ്ടായില്ല. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിഷയം ചർച്ചയായില്ല എന്നാണ് അറിയുന്നത്. തീരുമാനം നാളെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായേക്കുമെന്നും അറിയുന്നു. കൊല്ലത്തു നിന്നുള്ള നേതാക്കളുടെ അഭിപ്രായം കേൾക്കേണ്ടതുണ്ട്. മുകേഷിന് പറയാനുള്ളതും കമ്മിറ്റി പരിഗണിക്കുമെന്നാണ് കേൾക്കുന്നത്. അതിനുശേഷമായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തുക. അതിന്റെ വിശദാംശങ്ങളിലേക്ക് എത്താം. ആദ്യം മുകേഷുമായി ബന്ധപ്പെട്ട ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. എവിടെയാണ് ഈ കേസിന്റെ ആരംഭം എന്നുള്ളത്, ഈ മുകേഷുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണം ഇപ്പോൾ വന്നതല്ല. ഈ പരാതികളെക്കുറിച്ച് വിശദമായി നോക്കാം. എന്നാണ് ഈ പരാതി ആദ്യം വന്നത് എന്ന് പരിശോധിക്കാം. 2018 ആദ്യ പരാതി വരുന്നത്. അന്ന് വലിയ കോളിളക്കം ഉണ്ടാക്കി. അതായത് വർഷങ്ങൾക്ക് ശേഷമാണ്, ഏതാണ്ട് ഒരു 20 വർഷത്തിന് ശേഷം, 16 വർഷത്തിന് ശേഷമാണ് അന്ന് ആ പരാതി ഉയർന്നു വന്നത്. ആ പരാതി അന്ന് പ്രതിരോധിച്ചത് ബ്ലാക്ക് മെയിൽ ആണെന്നും രാഷ്ട്രീയ ഗൂഢാലോചന ആണ് എന്നുമൊക്കെ പറഞ്ഞാണ്. അന്ന് അതിനെ ആ രീതിയിലാണ് പാർട്ടി എതിർത്തിരുന്നത്. മുകേഷും അതിനെക്കുറിച്ച് ആ തരത്തിലാണ്, ബ്ലാക്ക് മെയിൽ എന്നുള്ള രീതിയിലായിരുന്നു അന്ന് അതിനെക്കുറിച്ച് സംസാരിച്ചത്. കാരണം വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യമാണ്, തനിക്ക് അതിനെക്കുറിച്ച് ഓർമ്മയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം പ്രതിരോധിച്ചെങ്കിലും പിന്നീട് ഈ നടിക്ക് ആവശ്യം എന്തായിരുന്നു എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് അതിനെ പ്രതിരോധിച്ചു. പിന്നീട് ഇപ്പോൾ 2024 വീണ്ടും ആ ആരോപണം വീണ്ടും വരുന്നു. അതേ പരാതിയാണ്, പക്ഷേ അതിനൊപ്പം മറ്റൊരു പരാതി കൂടി വന്നിട്ടുണ്ട് എന്നതുണ്ട്. അതിലേക്ക് പോകാം. ഈ 2024 ഇതേ ആരോപണം, ഇതേ നടി പണ്ട് ചെയ്ത ഒരു റിയാലിറ്റി ഷോയുമായി ബന്ധപ്പെട്ടുള്ള ഷൂട്ടിനിടയിലാണ് ഈ സംഭവം ഉണ്ടായതെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇത് തന്നെ കഴിഞ്ഞ ദിവസം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ട സാഹചര്യത്തിൽ വീണ്ടും ഇതേ പരാതിക്കാരി വീണ്ടും പരാതിപ്പെടുകയായിരുന്നു. മറ്റൊന്ന് വന്നത് ഇതിനുശേഷം കൊച്ചിയിൽ നടിയുടെ പരാതി ഉണ്ടായി എന്നുള്ളതാണ്. ഈ ആരോപണം വന്നതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറി വഴിയാണ് ഈ 2018 ഉയർന്ന അതേ ആരോപണം വീണ്ടും അവർ ആവർത്തിക്കുന്നത്. ആ പരാതി വന്നതിന് ശേഷമാണ് കൊച്ചിയിൽ വീണ്ടും ഒരു ആരോപണം വരുന്നത്. ആ ആരോപണത്തിൽ, അതായത് അതിനെയും പല രീതിയിൽ ചെറുക്കാൻ അന്ന് തന്നെ മുകേഷിനോട് എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യത്തിന് ഇത് രാഷ്ട്രീയ ഗൂഢാലോചന എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയാണ് ഇത്രയും ആരോപണങ്ങൾ ഉയർന്നത്. മുകേഷിന്റെ പേര് അതിലേക്ക് വീണ്ടും വന്നത് വലിയ പ്രതിസന്ധിയിലേക്ക് പാർട്ടിയെ എത്തിക്കുമെന്നുള്ളത് സ്വാഭാവികമായിരുന്നു. അപ്പോൾ CPM MLA ആയ തനിക്ക് നേരെ രാഷ്ട്രീയ ഗൂഢാലോചന നടക്കുന്നു എന്ന് പറഞ്ഞാണ് അന്ന് മുകേഷ് അതിനെ എതിർത്തത്. പിന്നീട് എന്തുണ്ടായി എന്ന് നോക്കാം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം സർക്കാർ തന്നെ നിയോഗിച്ച സംഘത്തിന് ഈ പരാതിക്കാരി പരാതി നൽകുകയായിരുന്നു. അതിനുശേഷമാണ് കേസിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത്. മുകേഷിനെതിരെ ബലാത്സംഗത്തിന് കേസെടുത്തു കഴിഞ്ഞ ദിവസം. ഈ ആരോപണം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം 2 ഗുരുതരമായ ആരോപണങ്ങൾ വന്നതിന് ശേഷം പരാതി എടുത്താൽ മാത്രം കേസ് എന്ന തരത്തിലേക്ക്, ആ നിലപാടിലേക്ക് സർക്കാർ മാറുകയും അതുകൊണ്ട് തന്നെ പരാതിപ്പെടുകയും ആ പരാതിക്കനുസരിച്ചാണ് ഈ ബലാത്സംഗത്തിന് മുകേഷിനെതിരെ കേസെടുത്തിരുന്നത്. പിന്നീടുണ്ടായത് ഈ പരാതികളിൽ അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. പരാതിക്കാരിയുടെ മൊഴിയെടുക്കുന്ന സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഇന്നിപ്പോൾ മുകേഷ് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിൽ പോയി അഡ്വക്കേറ്റിനെയൊക്കെ കണ്ട് എന്താണ് തുടർ നടപടികൾ, അതായത് തന്റെ നിരപരാധിത്വം തെളിയിക്കുക എന്നുള്ളൊരു കാര്യം മുകേഷ് ചെയ്യേണ്ടതുണ്ട്, മുകേഷിന്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതുണ്ട്. അതിനുള്ള ശ്രമങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇത്രയും ദിവസങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഇത്രയും വിവാദങ്ങൾ ഇപ്പോഴെല്ലാം ഉയരുന്നത്. അതായത് തുടക്കം മുതലേ ഉയരുന്ന ഒരു കാര്യം, എന്തുകൊണ്ട് രാജിയില്ല എന്നുള്ള ഈ ചോദ്യമാണ്. അതായത് ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു കമ്മീഷനെ വെക്കുന്നത്. ഹേമ കമ്മിറ്റി ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഇല്ലെങ്കിൽ അവർക്ക് നൽകിയ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ അത്രയും വിവരങ്ങൾ റിപ്പോർട്ടിലുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും അന്ന് സർക്കാർ നൽകിയ ധൈര്യത്തിന്റെ അടിസ്ഥാനത്തിലും ഒരുപാട് പരാതികൾ, ആരോപണങ്ങൾ വരുന്നു. അത് പരാതികളായി മാറുന്നു. FIR രജിസ്റ്റർ ചെയ്ത കേസുകൾ ഉണ്ടായിട്ട് പോലും, ഒരു MLA-ക്കെതിരെ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് രാജി ഉണ്ടാകുന്നില്ല എന്ന വലിയ ചോദ്യം ഇപ്പോഴും ഉയരുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളും മറ്റും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പാർട്ടി പറയുന്നത് എന്തുകൊണ്ട് രാജിവെക്കുന്നില്ല എന്നുള്ളതിന് കാരണമായി പാർട്ടി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ, അതായത് കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടെ കോൺഗ്രസിൽ ഉണ്ടായിരുന്ന ആരോപണങ്ങൾ, 3 MLA-മാർക്കെതിരെയാണ് ആരോപണം ഉണ്ടായത്. പ്രധാനമായും ഉയർന്ന ആരോപണങ്ങളിലൊന്നും അന്ന് കോൺഗ്രസിന്റെ MLA-മാരായിട്ടുള്ള 2 പേരും രാജിവെച്ചിരുന്നില്ല. എൽദോസ് കുന്നപ്പള്ളി ആണെങ്കിലും വിൻസെന്റ് ആണെങ്കിലും രാജിവെച്ചിരുന്നില്ല. അതുകൊണ്ട് രാജി എന്നതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമില്ല എന്ന വിശദീകരണമാണ് ഔദ്യോഗികമായിട്ടല്ലെങ്കിലും പാർട്ടി നേതൃത്വങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അത് മുന്നണിക്കുള്ളിലും പാർട്ടിക്കുള്ളിലും ഭിന്നാഭിപ്രായം ഉണ്ടാക്കി എന്നുള്ളതാണ്. നമുക്കറിയാം, തുടക്കത്തിലെ മുന്നണിക്കുള്ളിൽ CPI, പ്രധാന ഘടകകക്ഷിയായ CPI ആണ്
ഏറ്റവും എതിർപ്പുമായി അന്ന് വന്നിരുന്നത്. പക്ഷേ പാർട്ടിക്കുള്ളിലേക്കും കൂടുതൽ പേരുടെ പ്രതികരണങ്ങൾ എടുക്കുമ്പോൾ ഇന്നിപ്പോൾ അവസാനം വന്ന എം എം മണിയുടെ പ്രതികരണം ഉൾപ്പെടെ പരിശോധിക്കുകയാണെങ്കിൽ പാർട്ടിക്കുള്ളിലും ഈ വിഷയത്തിൽ മുകേഷ് തുടരുന്നതിൽ വ്യക്തമായ നിലപാടുകളുണ്ട്, എതിർപ്പുകളുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് പല പ്രതികരണങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പ്രതിപക്ഷം ശക്തമാക്കുന്നുണ്ട്. അപ്പോഴാണ് ഇന്ന് പാർട്ടി സെക്രട്ടേറിയറ്റ് കൂടിയത്. ഈ സെക്രട്ടേറിയറ്റിൽ എടുത്തിരിക്കുന്ന ഇന്ന് ഇത് ചർച്ചയായില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ചർച്ചയായില്ലെങ്കിൽ പോലും നാളെ സ്വാഭാവികമായിട്ടും അതിലൊരു ചർച്ചയുണ്ടാകും. പാർട്ടിക്ക് നിലപാട് അറിയിച്ചേ പറ്റൂ, എന്ത് തീരുമാനം എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് അറിയേണ്ടതുമുണ്ട്. സെയ്ഫ് സൈനുലാബ്ദീൻ ചേരുന്നുണ്ട്. സെയ്ഫ്, രാജി ആവശ്യം CPM അംഗീകരിക്കില്ല എന്നാണോ? ഇത്ര വലിയൊരു പ്രതിസന്ധിയിലേക്ക് സർക്കാരിനെ തള്ളിവിട്ട പ്രശ്നമാണ്. ആ പ്രശ്നത്തിൽ പാർട്ടിയിൽ ഇല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ ഒരു ചർച്ചയും നടന്നില്ലേ? CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ കാര്യമായി ഉണ്ടായിട്ടില്ല എന്നാണ് ധന്യ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ തന്നെ കുറച്ച് പുതിയ വിവരങ്ങൾ കൂടി ധന്യയോട് പങ്കുവെക്കാനുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഏതെങ്കിലും തരത്തിലൊരു രാജിയിലേക്ക് പോകേണ്ടതില്ല എന്നൊരു പൊതുവികാരത്തിലേക്ക് CPMന്റെ നേതൃത്വം എത്തിച്ചേരുന്നുണ്ട്. അതിന് വിവിധ കാരണങ്ങൾ CPMന്റെ നേതൃത്വം ഉന്നയിക്കുകയാണ്. ഒന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ MLA രാജിവെച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു കാരണമായി പറയുന്നത്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് മുകേഷിനെതിരെ ഉയർന്നു വന്ന കേസുമായി ബന്ധപ്പെട്ട് മുകേഷ് ചില കാര്യങ്ങൾ പാർട്ടി നേതൃത്വത്തിന് മുന്നിലേക്കും CPM മുഖ്യമന്ത്രിയുടെ മുന്നിലേക്കും എത്തിച്ചിട്ടുണ്ട്. അത് ചില വാട്സപ്പ് ചാറ്റുകൾ, ചില മെയിലുകൾ, അതുമായി ബന്ധപ്പെട്ട ചില സംഭാഷണങ്ങളടക്കം മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് നേരത്തെ എത്തിച്ചിരുന്നു. പക്ഷേ പാർട്ടി നേതൃത്വത്തിന് മുന്നിലേക്കും അദ്ദേഹം ഈ കാര്യങ്ങൾ നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ CPMന്റെ നേതൃത്വം ഈ FIR കോഷ് ചെയ്യാൻ വേണ്ടി കോടതിയെ സമീപിച്ചാൽ അത് അങ്ങനെ തന്നെ നിലനിൽക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പാർട്ടി നേതൃത്വം കണക്കുകൂട്ടുന്നത്. അതായത് രാജിയിലേക്ക് പോകേണ്ടതില്ല എന്ന ഏകദേശ ധാരണയിലേക്ക് CPMന്റെ നേതൃത്വം എത്തിച്ചേരുകയാണ്. അതിനൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം CPM നേതൃയോഗത്തിലുണ്ടായത്, അല്ലെങ്കിൽ CPM എടുത്തിരിക്കുന്ന തീരുമാനം, അല്ലെങ്കിൽ അന്വേഷണ സംഘം നൽകിയിരിക്കുന്ന നിർദ്ദേശം, ആര് പരാതി നൽകിയാലും ആരോപണം ഉന്നയിച്ചാലും അവരുടെ എല്ലാം 164 സ്റ്റേറ്റ്മെൻറ്റ്, അതായത് രഹസ്യമൊഴി രേഖപ്പെടുത്തണം. കാരണം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പല ആൾക്കാരും പലതരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ രഹസ്യമൊഴിയായി രേഖപ്പെടുത്തി അത് കോടതിക്ക് മുന്നിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. രഹസ്യമൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ആ മൊഴിയിൽ നിന്ന് അവർക്ക് പിന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് രഹസ്യമൊഴി, പരാതികളിലെല്ലാം രഹസ്യമൊഴി രേഖപ്പെടുത്തണം എന്ന നിർദ്ദേശം അത് പാർട്ടി തലത്തിൽ നിന്ന് മുഖ്യമന്ത്രിയിലേക്കും മുഖ്യമന്ത്രിയിൽ നിന്ന് അന്വേഷണ സംഘത്തിലേക്കും എത്തിച്ചേർന്നിട്ടുണ്ട്. മുകേഷുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമാനമായ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഉയർന്നു വരുന്നത്. ഇതിൽ ചില തെളിവുകൾ ഇവർക്കെതിരെ പോലും ഉണ്ട് എന്ന തരത്തിലുള്ള സംശയം CPMന്റെ നേതൃത്വം പങ്കുവെക്കുന്നുണ്ട്. അത് FIR കോഷ് ചെയ്യാൻ വേണ്ടി കേസിൽ അകപ്പെട്ട മുകേഷ് എന്നയാൾ കോടതിയെ സമീപിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് നിയമപരമായി നിലനിൽക്കില്ല. അല്ലെങ്കിൽ രാജിവെക്കുന്നതിന് മുന്നോടിയായി തന്നെ അങ്ങനൊരു സംഭവം ഉണ്ടായില്ല. ഇപ്പോൾ രാജിവെച്ച് കഴിഞ്ഞിട്ട് FIR കോഷ് ചെയ്യാൻ വേണ്ടി കോടതിയെ സമീപിച്ചാൽ ഒരുപക്ഷെ FIR കോഷ് ചെയ്യായിരിക്കും. അങ്ങനെയെങ്കിലും ഒരു രാജി വെറുതെ ആയിപ്പോവും. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിൽ ചില വ്യക്തതകൾ വരുത്തി മാത്രം രാജിവെച്ചാൽ മതി എന്ന നിലപാടിലേക്ക് CPMന്റെ നേതൃത്വം എത്തിച്ചേരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രതിഷേധങ്ങളിലേക്ക് കൂടി നമുക്ക് വരാം സെയ്ഫ്. അതായത് അതിന് ഒപ്പം തന്നെ പറയട്ടെ, ആദ്യം ഈ പരാതി നൽകാനാണ് സർക്കാർ പറഞ്ഞിരുന്നത്. കുറ്റം ഏത് പ്രമുഖൻ ചെയ്താലും നടപടി ഉണ്ടാകും എന്നൊക്കെ ഉറപ്പു നൽകിയിട്ടും ഈ മുകേഷ് സംരക്ഷിക്കുന്നു സർക്കാർ എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ ഈ പരാതിക്കാരെ അപമാനിക്കൽ കൂടിയാണ്. കോൺഗ്രസുകാർ അന്ന് അങ്ങനെ ചെയ്തു എന്നതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നതിൽ കാര്യമില്ല, പ്രത്യേകിച്ച് ഇടതുപക്ഷമാണല്ലോ എന്നുള്ള ഒരു കാര്യം കൂടി അവിടെയുണ്ട്. മറ്റൊന്ന്, ഈ പ്രതിഷേധം കടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ മുകേഷ് രാജിവെക്കണം എന്ന് പറയാൻ കോൺഗ്രസിന് എന്ത് അർഹതയുണ്ട് എന്നുകൂടി നോക്കണം. കാരണം ഇപ്പോൾ തന്നെ 2 നേതാക്കൾക്കെതിരെ പരാതി ഉയർന്നു. ഈ സാഹചര്യത്തിൽ ഇനി രാജി ആവശ്യം പറഞ്ഞിട്ട് കോൺഗ്രസിന് വീണ്ടും മുന്നോട്ട് പോകാനാവുമ്പോൾ പോകുമെങ്കിൽ തന്നെ ഈ പ്രതിഷേധത്തിൽ എന്താണ് കോൺഗ്രസിന്റെ ലക്ഷ്യം? കോൺഗ്രസ് തീർച്ചയായിട്ടും ഇതിനകത്ത് പ്രതിഷേധമായി മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് തീരുമാനിക്കുന്നത്. പക്ഷേ ധന്യ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഇത് ഏത് പരിധി വരെ കോൺഗ്രസിന് പോകാൻ കഴിയും എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. കാരണം 2 MLA-മാർക്കെതിരായ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. 2 MLA-മാരല്ല, CPM നേതാക്കൾ പറയുന്ന 2 MLA-മാരുടെ കാര്യമല്ല, മൂന്നാമതൊരു MLA കൂടി ഉണ്ട്. ജോസ് തെറ്റേലുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ UDF-ന്റെ ഭാഗമായിരുന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. അന്ന് ഈ 3 പേരും രാജിവെച്ചിട്ടില്ല. 2 പേരുടെ പേരാണ് പരസ്യമായി പറയുന്നത്. പക്ഷേ നമ്മൾ അല്ലാതെ സംസാരിക്കുമ്പോൾ 3 പേരുടെ പേരും പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഇവർ രാജിവെച്ചില്ല? ഞാൻ പറയുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ആരോപണങ്ങൾ കൂടിയാണ്. 2 നേതാക്കളുടെ പേര് അപ്പോഴും വന്നല്ലോ കോൺഗ്രസിന്റെ.
അല്ല, സ്വാഭാവികമായിട്ടും അത് ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഞങ്ങൾ രാജിവെക്കില്ല, അല്ലെങ്കിൽ മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്ന നിലപാട് ഇടതുമുന്നണി കൺവീനർ അടക്കമുള്ളവർ സ്വീകരിക്കുന്നത്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി വന്ന് പറയുമ്പോഴാണ് ഇതിനകത്തൊരു ഔദ്യോഗിക നിലപാട് ഉണ്ടാവുക. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് ഏതായാലും വാർത്താ സമ്മേളനം ഇരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല. നാളെ സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞിട്ടായിരിക്കും അതിനകത്തൊരു ഔദ്യോഗിക സ്വഭാവത്തിലുള്ള വാർത്താ സമ്മേളനം ഉണ്ടാവുക. അപ്പോഴാണ് CPM-ന്റെ നിലപാട് പരസ്യമായി വരിക. അവിടെയും സ്വീകരിക്കാൻ പോകുന്നത് ഈ നിലപാട് തന്നെ ആയിരിക്കും. അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പ്രതിഷേധങ്ങൾ വലിയ കോണിൽ ഉയർത്തി വരാൻ വേണ്ടി പ്രതിപക്ഷം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരു പരിധിക്കപ്പുറം പ്രതിപക്ഷത്തിന് അങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് പോകാൻ കഴിയുമോ എന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട്. കാരണം CPM-ന്റെയും ഇടതുമുന്നണിയുടെ നേതാക്കൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ രാജിവെച്ചില്ലല്ലോ എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അന്ന് രാജിവെക്കാതെ ഇവരോട് എന്ത് പറയാനുള്ള ധാർമ്മികത എന്ന ചോദ്യം ചിലപ്പോൾ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ടെന്ന് CPM നേതൃത്വവും കണക്ക് കൂട്ടുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ധന്യ. ശരി സൈഫ്, അങ്ങനെയാണ് വലിയൊരു പ്രതിരോധത്തിലേക്ക്, ഇല്ലെങ്കിൽ അത്തരത്തിൽ കൃത്യമായ എന്ത് പറഞ്ഞായിരിക്കും CPM ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ള കാര്യം നാളെ കണ്ടറിയേണ്ടി വരും. പക്ഷേ ഇതിലൊരു കൃത്യമായിട്ടുള്ളൊരു തീരുമാനം, ഒരു നിലപാട് പാർട്ടി പറഞ്ഞേ പറ്റൂ എന്നുള്ള ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇനിയും പാർട്ടി സംരക്ഷിക്കുകയല്ല, ഇല്ലെങ്കിൽ അതിന്റെ സാങ്കേതികമായി ഇത്തരത്തിലാണ് കാര്യങ്ങൾ എന്നുള്ളത് എങ്കിലും പൊതുജനത്തോട് പാർട്ടി പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അത് നാളെ തന്നെ ഉണ്ടാകും എന്നാണ് കരുതുന്നത്.